അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകനും ലഡാക്ക് പ്രക്ഷോഭ നേതാവുമായ സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് മാറ്റി. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ലേയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. ലഡാക്കിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിനു പിന്നാലെ ദേശ സുരക്ഷാ നിയമപ്രകാരമാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ജന്തർ മന്ദറിൽ മെഴുകുതിരി മാർച്ച് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നിന്ന് വിനിത വിജയാണ് ചേരുന്നത്. വിനിത, ഈ അറസ്റ്റിനെ തുടർന്ന് അജ്ഞാത കേന്ദ്രത്തിലേക്ക് വാങ്ചുക്കിനെ മാറ്റി എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇതിപ്പോൾ രാജസ്ഥാനിലേക്കാണ് മാറ്റിയതെന്ന്, എവിടേക്കാണ് മാറ്റിയത് എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? എന്തെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷൻ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറസ്റ്റിന് പിന്നാലെ ഒരു കേന്ദ്രത്തിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്കാണ് സോനം വാങ്ചുക്കിനെ കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ ലേയിൽ ഇന്റർനെറ്റ് നിരോധനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ പോകുന്നത് തടയുന്നതിന്റെ കൂടി ഭാഗമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും അവിടെ തുടരുക തന്നെയാണ്. ഇപ്പോൾ ജോധ്പൂരിലേക്കുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് സോനം വാങ്ചുക്കിനെ മാറ്റിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ആണ് ഈ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലേയിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇന്നലെ ഒരു പ്രസ് മീറ്റ് ഒക്കെ സോനം വാങ്ചുക്ക് അവിടെ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളതാണ് ചില വിവരങ്ങൾ കൂടി നമുക്ക് ലേയിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത്. ഈ പ്രക്ഷോഭമുണ്ടായി, അത് 15 ദിവസമായി സോനം വാങ്ചുക്ക് ഈ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം, 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 15 ദിവസമായി സോനം വാങ്ചുക്ക് അവിടെ നിരാഹാര സമരം നടത്തി വരികയായിരുന്നു. പെട്ടെന്നാണ് അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുകയും ആ പ്രക്ഷോഭത്തിൽ 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ കൊല്ലപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തത്. പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ ജനത്തെ പ്രകോപിപ്പിച്ചതും ഇത്തരം വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ CBI ആണ് ആദ്യം അന്വേഷണവുമായി രംഗത്ത് വന്നത്. പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയേക്കുമെന്ന ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് ലഡാക്ക് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യം കസ്റ്റഡിയിലേക്ക് എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇതിലിപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ ഇന്നലെ ചില പ്രതിഷേധങ്ങളും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പ്രതിഷേധങ്ങൾ ലഡാക്കിലടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രതിരോധിക്കുന്നതിനടക്കമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ഇന്റർനെറ്റ് നിരോധനമടക്കം ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമരത്തിൽ ഏർപ്പെട്ട നേതാക്കളുമായി ഇന്ന് ആഭ്യന്തര മന്ത്രാലയം ഒരു ചർച്ച നടത്തിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. ലേ അപ്പെക്സ് ബോഡിയും അതോടൊപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതാക്കളുമായിട്ടായിരിക്കും ഇന്ന് ചർച്ച നടത്തുക. അത് 2 ദിവസം കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇന്നോ ഈ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്നലെ അത്തരത്തിലേക്കുള്ള കൂടിക്കാഴ്ചകളോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ നേതാക്കൾ ഡൽഹിയിലെത്തിയതായും ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.